ഹലോ, നല്ല കുരുമുളകൊക്കെ ഇട്ട് ഇങ്ങനെ വറ്റിച്ച് വരട്ടി എടുത്തിട്ടുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടല്ലോ. കാണുമ്പോൾ അതൊക്കെ പോലെ ഉണ്ടെങ്കിലും അതല്ല ഐറ്റം. അതിൻ്റെ ടേസ്റ്റിനോടൊപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന സോയാബീൻ പെപ്പർ ഫ്രൈ ആണ് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഈ കാണുന്ന ഐറ്റംസ് ആണ്. അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു മസാല ഉണ്ടാക്കുന്ന ഒരു കൂട്ടാണ് കേട്ടോ, ഒരു പൊടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെപ്പറും വറ്റൽമുളകും പെരുംജീരകവും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊടുക്കുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കൂടി ഉപകാരപ്രദമാവും. കാരണം ഒരുപാട് കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് നേരെ കുക്കിങ്ങിലോട്ടേക്ക് പോകുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കറുവപ്പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല പച്ചമണമൊക്കെ മാറി നല്ല മുരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വരട്ടി കൊടുക്കാം. അതിനുശേഷം നല്ല കുനുകുനാ അരിഞ്ഞിട്ടുള്ള സവാളയാണ് കേട്ടോ വേണ്ടത്, അതുകൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടി ഈ ഒരു പരുവത്തിലായാൽ നമുക്ക് തക്കാളി ചേർക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ടൈമിൽ നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, നേരെ സോയാബീൻ കേട്ടോ ഇതിലോട്ടേക്ക് ചേർക്കുന്നത്. സോയാബീൻ ഇതിലോട്ടേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു സാധനങ്ങൾ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന രീതിക്ക്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മസാലയാണ് കേട്ടോ നമ്മൾ ഇതിലോട്ടേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സോയാബീനൊക്കെ ഇങ്ങനെ സ്പൂണിനെ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനുള്ള ഉള്ളിലുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം കുറച്ച് ചിക്കൻ മസാല ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഈ രണ്ട് ഐറ്റംസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോയാബീൻ പെപ്പർ ഫ്രൈ ഇവിടെ റെഡിയാണ് കേട്ടോ. ശരിക്കും പറയാലോ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു കമൻറ്റ് പോലും വരില്ല, കാരണം ഇതിന് അത്രയും ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ സോയാബീൻ പെപ്പർ ഫ്രൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ചാനലിൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്